നമ്മൾ തീർച്ചയായും രാഷ്ട്രീയ വാർത്തകളിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒപ്പം നിന്നുവെങ്കിലും വിഷയം കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കും. അതിനുശേഷമാകും നടപടിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. സിപിഐയുടെ അതൃപ്തിയും നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപിക്ക് ഒപ്പം നിന്നതോടെ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണ് ജയരാജന്റെ കൂടിക്കാഴ്ചയെന്ന വിമർശനം പ്രതിപക്ഷം ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ശോഭാ സുരേന്ദ്രന് എതിരെ ഇ.പി. ജയരാജൻ വക്കീൽ നോട്ടീസ് അയക്കും. ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് ആവശ്യം. ദല്ലാൽ നന്ദകുമാറിനും കെ സുധാകരനും വക്കീൽ നോട്ടീസ് അയക്കും. പാർട്ടി നിർദ്ദേശപ്രകാരമാണ് നടപടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ചേരും. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുള്ളവരിൽ ഒന്ന് എം ഹസൻ ആണ്. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് പിണറായി വിജയന്റെ അനുമതിയോടെയാണ് എന്നാണ് ഹസൻ പറഞ്ഞത്. നമുക്ക് ആദ്യം ഹസന്റെ വാക്കുകൾ പരിശോധിക്കാം. ഉണ്ടാകണമെങ്കിൽ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കണമല്ലോ. അത് ഗോവിന്ദൻ മാഷയുടെ വാക്കുകളിൽ കൂടെ തന്നെ പുറത്തു വന്നപ്പോൾ ഷാഫി പറമ്പിലിന്റെ വിജയം ഉറപ്പാണെന്നും ശൈലജ ടീച്ചറുടെ പരാജയം CPM സംസ്ഥാന സെക്രട്ടറി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞത് ആദ്യമായിട്ടാണ്, ഞങ്ങൾ ആദ്യം മുതൽ ഈ തെരഞ്ഞെടുപ്പുണ്ടായ പ്രചരണം തുടങ്ങിയ അന്ന് മുതൽ CPM BJP ഡീലിനെയും അന്തർധാരയെയും കുറിച്ച് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യമായിട്ടാണ് ഗോവിന്ദൻ മാഷ് ഒരു നിയോജക മണ്ഡലത്തിൽ BJPയും UDFും തമ്മിൽ ഡീൽ ഉണ്ടാക്കിയെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്നത്തെ വോട്ടിംഗ് ശതമാനമൊക്കെ പുറത്തു വന്നപ്പോൾ. എന്തായാലും വടകരയിൽ ഗോവിന്ദൻ മാഷുടെ അഭിപ്രായ പ്രകടനത്തിലൂടെ LDFന്റെ പരാജയം അദ്ദേഹം സമ്മതിച്ചു. ഇത്തരം ഡീലിന്റെ തുടർച്ചയാണ് ഇ.പി. ജയരാജനിലേക്ക് എത്തി നിൽക്കുന്നത് എന്ന് ഹസൻ പറയുമ്പോൾ, ഇ.പി. ജയരാജനെ തൊട്ടാൽ അഴിമതിയുടെ കൊട്ടാരം മൊത്തം കത്തുമെന്നാണ് കെ സുധാകരൻ പ്രതികരിച്ചത്. ഞാൻ വളരെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു ഒരു നടപടി ഉണ്ടാവില്ല. എന്താ കാരണം എന്നറിയോ? ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. അദ്ദേഹത്തെ തൊട്ടാൽ കത്തും, കൊട്ടാരം മൊത്തം കത്തും. അതുകൊണ്ട് ജയരാജനെ നോവിക്കാനോ ജയരാജനെ അലസ്വരപ്പെടുത്താനോ CPM റൈറ്റ്, ഇതാണ് സുധാകരന്റെ പരാമർശം. അരുൺ, അതായത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത് വരെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകില്ല എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വം കുറച്ചുകൂടി ഗൗരവത്തോടെ വിഷയത്തെ കാണുന്നു എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടത്. സംസ്ഥാനത്ത് നിന്ന് ലഭിച്ച ആനുകൂല്യം ഒരുപക്ഷെ ഈ പ്രതിപക്ഷ ആരോപണങ്ങൾ കൂടി കടുക്കുന്ന പശ്ചാത്തലത്തിൽ ഇ.പിക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇന്നലെ വിഷയം ചർച്ച ചെയ്തത്. ഇ.പിയുടെ ഘടകം കേന്ദ്ര കമ്മിറ്റിയാണ്. അതുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റി ഇത് പരിശോധിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇ.പിയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നു എന്ന് പരസ്യമായി പറയാൻ യോഗത്തിൽ പല ചർച്ചകളും വന്നുവെങ്കിലും അതിനപ്പുറത്തേക്ക് ഇ.പിയെ തള്ളിപ്പറയാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല. ഇ.പിയുടെ ഭാഗത്ത് ജാഗ്രത കുറവുണ്ടായി. അത് കൂട്ടുകെട്ടുകളുടെ കാര്യത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞ അതേ നിലപാടാണ് സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത്. അത് അടിയന്തരമായി തിരുത്താൻ ഇ.പിക്ക് പാർട്ടി നിർദ്ദേശം നൽകി. അത്തരം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം. മാത്രമല്ല ഈ ആരോപണങ്ങൾക്കെതിരെ ആരൊക്കെ ആരോപണം ഉന്നയിച്ചോ അവർക്കെതിരെയൊക്കെ നിയമ നടപടി സ്വീകരിക്കാനും നേതൃത്വം നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ.പി ഇന്ന് ശോഭാ സുരേന്ദ്രൻ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ വക്കീൽ നോട്ടീസ് അയക്കുന്നത്. മറ്റു കെ സുധാകരനും ദല്ലാൽ നന്ദകുമാറിനും എതിരെ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും വൈകാതെ വക്കീൽ നോട്ടീസ് അയക്കുമെന്നാണ് ഇ.പിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അത് അധികം വൈകാതെ അത് ഉണ്ടാകും. മറ്റൊന്ന്, കേന്ദ്ര നേതൃത്വം വിഷയം സ്വാഭാവികമായും ചർച്ച ചെയ്യും. അത് സംസ്ഥാന നേതൃത്വം ഇത്തരത്തിൽ, അതായത് ഇപ്പോൾ ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം എന്നത് നിർദ്ദേശമായിരുന്നു, പാർട്ടിയുടെ നിർദ്ദേശം ആണ്. അതിനപ്പുറത്ത് ആ നിയമ നടപടികളുമായി മുന്നോട്ട് പോയാൽ തീരാവുന്ന ഒന്നാണോ ഈ വിവാദം? നിയമ നടപടികൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെ ഒന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഈ ആരോപണം വെറും പൊളിയായിരുന്നു എന്ന് തെളിയിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് നിയമ നടപടികൾക്ക് പാർട്ടി ഇ.പിക്ക് നിർദ്ദേശം നൽകിയത്. അങ്ങനെ ഒരു കാര്യം ഇ.പി. ജയരാജൻ BJPയിലേക്ക് പോകാനോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ നടത്തിയെന്ന് CPM നേതൃത്വം കരുതുന്നില്ല. പക്ഷേ അതിലേക്ക് ഇ.പി എത്തിച്ചത് ദല്ലാൽ നന്ദകുമാർ പോലുള്ള
ഷെയ്ഡി ക്യാരക്ടേഴ്സുമായുള്ള ബന്ധമാണ്. നേരത്തെയും അത്തരം ചില ബന്ധങ്ങളുടെ പേരിൽ CPM EP-യോട് ജാഗ്രത കാട്ടണമെന്ന് ഔദ്യോഗികമായും അനൌദ്യോഗികമായും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് മറികടന്നും EP അത്തരം കൂട്ടുകെട്ട് തുടർന്നു. അതുകൊണ്ടാണ് അത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകിയത്. അതിനപ്പുറത്തേക്ക് EP ചേരാൻ CPM വിട്ട് BJP-യിലേക്ക് പോകുമെന്ന് CPM നേതൃത്വത്തിൽ ആരും കരുതുന്നില്ല. നിയമ നടപടി നടക്കുമ്പോൾ സ്വാഭാവികമായും അത് ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതം മാത്രമെന്നൊരു നിലപാടിലേക്ക് എത്താം. അങ്ങനെ ഒരു വിശ്വാസം അണികൾക്ക് വലിയ ആശങ്കയുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി EP ജയരാജൻ നേതാവ് BJP നേതാവുമായി ചർച്ച നടത്തുമ്പോൾ അത് അണികൾക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഘടകകക്ഷികൾക്ക് വലിയ അതൃപ്തിയുണ്ട്. CPI നേതൃത്വം ഇടതുമുന്നണി യോഗത്തിന് വിഷയം ഉന്നയിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം മുന്നണി കൺവീനർക്കെതിരെയാണ് ഈ ആരോപണം ഉയർന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വ്യക്തത വേണം എന്നൊരു ആവശ്യം CPI നേതൃത്വവും സ്വീകരിച്ചിട്ടുണ്ട്. CPM തീരുമാനമെടുത്താൽ CPI കടുത്തൊരു നിലപാടുമായി രംഗത്ത് വരാൻ സാധ്യതയില്ലെങ്കിൽ പോലും മുന്നണി യോഗത്തിൽ ഇത് CPI ഉന്നയിക്കും. അത്തരം ചർച്ചകൾ ഇന്നലെ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള മറ്റു ഘടകകക്ഷി നേതാക്കളും EP-ക്ക് ജാഗ്രത കുറവുണ്ടായി എന്നൊരു വിലയിരുത്തലിലേക്ക് പരാമർശത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകളുണ്ടാകും. EP-യുടെ ഘടകമായ കേന്ദ്ര കമ്മിറ്റിയാകും ഏത് തരത്തിലും നടപടി EP-ക്കെതിരെ എടുക്കണം, താക്കീതോ അല്ലെങ്കിൽ EP ഈ സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ച പോലെ ജാഗ്രത കുറവുണ്ടായി ആ ജാഗ്രതയുടെ പെരുമാറണമെന്ന ഉപദേശ രൂപത്തിലുള്ള തീരുമാനം മാത്രമേ ഉണ്ടാകൂ എന്നൊക്കെ കണ്ടറിയണം. ഏതായാലും കേന്ദ്ര കമ്മിറ്റി ഇത് പരിശോധിക്കും. അവിടെയാകും EP-യുടെ കാലത്ത് കൂടുതൽ തീരുമാനമുണ്ടാവുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. റൈറ്റ്. അതായത് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന്, സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭിച്ച ആനുകൂല്യം കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഒപ്പം തിരുവനന്തപുരത്ത്